ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതെ ഒരു നാരങ്ങാ പുരട്ട് തയ്യാറാക്കാം. ഇത് വളരെ ഈസിയാണ്, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചെറുനാരങ്ങ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. ചെറുനാരങ്ങ കഴിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ നന്നായിട്ട് കയ്പിറങ്ങും, അത് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തന്നെ ആവി കയറ്റി വേവിച്ചെടുക്കുക. ഒരു 6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നാരങ്ങ നന്നായിട്ട് വേവിക്കുക. നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് നാരങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നാരങ്ങ തണുത്തതിന് ശേഷം 2 കഷ്ണങ്ങളായോ 4 കഷ്ണങ്ങളായോ അരിഞ്ഞു വയ്ക്കുക. പിന്നെ കുറച്ച് ഈത്തപ്പഴം, ആവശ്യത്തിന് ഒരു പിടി വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കായം, ഇതൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് കടുകിട്ട് അതിലേക്ക് സ്വല്പം ഉലുവയും ഇട്ട് പൊട്ടിക്കുക. നാരങ്ങാ പുരട്ടിന് ഉലുവാപ്പൊടിയേക്കാൾ നല്ലത് ഉലുവ ഇങ്ങനെ ചേർക്കുന്നത് തന്നെയാണ്. കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർക്കുക. അര കിലോ ചെറുനാരങ്ങയ്ക്ക് ഒരു കൈപ്പിടി വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ചേർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതിലേക്ക് കുരു കളഞ്ഞ 2-3 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1/2 കിലോ നാരങ്ങയ്ക്ക് ഒരു 3-4 ഈത്തപ്പഴം മതിയാകും. അരപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, നാരങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. പലരും പറഞ്ഞു കേട്ടു ചെറുനാരങ്ങ കറി വെച്ചാൽ കയർപ്പുള്ളത് കൊണ്ട് ആരും കഴിക്കില്ലെന്ന്. അങ്ങനെയുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഈത്തപ്പഴം നാരങ്ങ പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.